وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. നേരത്തെ സംസാരിച്ചു തുടങ്ങിയ വിഷയത്തിൽ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ വളരെ വേഗത്തിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അവനിഷ്ടപ്പെടുന്ന രീതിയിൽ ദഅവത്ത് ചെയ്യാൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിലൊരു വിഷയം എന്നുള്ളത്, പലപ്പോഴും നമുക്കറിയാം, ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കില്ല കൂടുതൽ. പലപ്പോഴും നമ്മളെ എതിർക്കുകയും നമ്മളെ വിമർശിക്കുകയും നമ്മളോട് തർക്കത്തിന് വരികയും ചെയ്യുന്ന ആളുകളായിരിക്കും മിക്ക ആളുകൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ദീനിൽ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തർക്കം എന്നുള്ളത് വളരെയധികം നിരുത്സാഹപ്പെടുത്തപ്പെട്ട കാര്യം, അങ്ങേയറ്റം ശക്തമായി ഗൗരവത്തിൽ വിമർശിക്കപ്പെട്ട കാര്യമാണ് തർക്കങ്ങളിൽ ഏർപ്പെടുക. നമുക്ക് നല്ല രൂപത്തിൽ സംവദിക്കുന്നത് വജാദിലഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സംവദിക്കുക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ ശക്തമായി ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നു, ഒരു കൗം, ഒരു സമൂഹം, അവർ ഹിദായത്തിലായതിനു ശേഷം വഴികേടിലേക്ക് പോയിട്ടില്ല എപ്പോഴല്ലാതെ, അവർക്കിടയിൽ തർക്കം വ്യാപകമായിട്ടല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസുകളിൽ പഠിപ്പിച്ചെന്നതായിട്ടാണ്. ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ഹിദായത്തിലായി, എല്ലാവരും ഹിദായത്ത് കിട്ടിയ അവസ്ഥയിലായി, എന്നിട്ട് അവരെന്ത് ചെയ്യണം, വഴികേടിലായി പോവുക. അങ്ങനെ ആയി പോകുന്നത് എപ്പോഴല്ലാതാവുകയില്ല, അവർക്കിടയിൽ തർക്കം വ്യാപകമാകുമ്പോഴല്ലാതെ ആവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ഹിദായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ വളരെയധികം കാരണമാകുന്ന വലിയൊരു പ്രധാനപ്പെട്ട അപകടമാണെന്ത്, തർക്കത്തിലേർപ്പെടുക. അപ്പൊ എന്താണ് ഈ തർക്കം? നമ്മുടെ ദഅവത്തിൽ കടന്നു വരാൻ പാടില്ലാത്ത തർക്കം ഏതാ? നമുക്ക് പറ്റുന്ന, അനുവദിക്കപ്പെട്ട നല്ല സംവാദങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കണം. നമ്മൾ അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തേത്, നമ്മൾ സംസാരിക്കുന്ന വ്യക്തി, അയാൾ ഈ സംസാരം കേട്ടാൽ, നമ്മുടെ ഈ സംസാരം കേട്ടുകഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളിൽ നിന്ന് അയാൾ മാറും, അയാൾ ഹഖിലേക്ക് മടങ്ങി വരാൻ തയ്യാറാകും എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നിടത്തോളം അയാളോട് സംവദിക്കാം. ദീൻ അനുവദിച്ചു തന്നിട്ടുള്ള കാര്യം. നമ്മൾ ഈ പറയുന്ന, നമ്മളിങ്ങനെ ഒരുപാട് ദീർഘനേരം നീണ്ട, ചിലപ്പോൾ വൈകാരികമായി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സംസാരിച്ചു പോകുന്ന ആ സംസാരങ്ങളൊക്കെയും ആ കേൾക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നിടത്തോളം ദീൻ അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ സംസാരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സന്ദർഭം എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ ഈ ഹക്ക് കേട്ടാൽ സ്വീകരിക്കാൻ തയ്യാറാവൂല, അയാൾ ഈ ഹക്കാണെന്ന് മനസ്സിലായാലും അംഗീകരിക്കാൻ തയ്യാറാവൂല എന്ന് നമുക്ക് എപ്പോ മനസ്സിലായോ അപ്പൊ നമ്മുടെ സംസാരം നിർത്താം. പിന്നെ നമ്മൾ തർക്കിക്കാൻ പാടില്ല. പിന്നെ തർക്കിച്ചാൽ അത് ദീൻ എതിർത്ത, വിലക്കിയ തർക്കമായി തീരും. പിന്നെ നമ്മൾ തർക്കിച്ചാൽ അത് ദീൻ വിലക്കിയ, ദീൻ പാടില്ല എന്ന് പറഞ്ഞ തർക്കമായി തീരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല, പിന്നെ തർക്കിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ദീൻ വിലക്കിയ മറ്റൊരു തർക്കത്തിന്റെ രൂപമാണെന്ത്, പരസ്യമായ, പബ്ലിക്കായ തർക്കങ്ങൾ. പബ്ലിക്കായ പരസ്യമായിട്ടുള്ള സംവാദങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ, ഡിബേറ്റുകളും കാര്യങ്ങളും. ഇന്നൊക്കെ ഓൺലൈനായിട്ടുള്ള ഡിബേറ്റുകൾ ധാരാളം, ഓൺലൈനായിട്ടുള്ള ഡിബേറ്റുകൾ ഇന്ന് വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ധാരാളമുണ്ട്.
പല വിഷയങ്ങളുടെ ഡിബേറ്റുകൾ, വാട്സപ്പുകൾ, ഗ്രൂപ്പുകളായിട്ട് ആ ഡിബേറ്റുകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ. ഇവിടെ എന്ത് ചെയ്യുക, ഒരു ഭാഗം ഒരാൾ പറയാ, മറ്റേ ഭാഗം മറ്റേയാൾ പറയാ, ഇങ്ങനെ ഡിബേറ്റുകൾ നടക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ പരസ്യമായ ഡിബേറ്റുകളും സംവാദങ്ങളും ദീനിൽ ഇസ്ലാം എന്ത് ചെയ്താണ്, കർശനമായി വിലക്കിയിട്ടുള്ള കാര്യം. പാടില്ല. വളരെ അപൂർവം ചില സാഹചര്യങ്ങളിൽ, ചില പ്രത്യേകം സന്ദർഭങ്ങളിൽ മാത്രമേ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതല്ലാതെ മൊത്തത്തിൽ അത് ദീനിൽ ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യം. അങ്ങനെ തർക്കിക്കാൻ പാടില്ല. അങ്ങനെ പരസ്യമായി നമ്മൾ സംവാദങ്ങൾ ഏർപ്പെടുക എന്നുള്ളത് പാടില്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പരസ്യമായി നമ്മൾ വെല്ലുവിളിക്കും. ഈ ഒരു വാദത്തിന് വേണ്ടി പരസ്യമായി ഞാൻ സംവാദത്തിന് തയ്യാറാണ്, പറ്റുന്നവർ വരട്ടെ, ധൈര്യമുള്ളവർ കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, പരസ്യമായി വെല്ലുവിളിക്കും. അപ്പം നമ്മളുള്ള ആളുകൾക്ക് തോന്നിപ്പോകും, നമ്മൾ അവിടെ ആ സംവാദത്തിന് നമ്മൾ തയ്യാറായില്ലെങ്കിൽ ആളുകൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ ഭാഗത്ത് ഹക്കില്ല എന്ന് തോന്നുന്നില്ലേ, അപ്പൊ നമ്മൾ ആ സംവാദത്തിന് പോയില്ലെങ്കിൽ അത് നമുക്കൊരു കുറച്ചിലല്ലേ എന്നൊക്കെ തോന്നും. ശരി തന്നെ. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്യമായി സംവാദത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ദീൻ അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമല്ല. ദീൻ അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമല്ല. അത് അങ്ങേയറ്റത്തെ നെറൂറത്തിന്റെ ഘട്ടങ്ങളിൽ മാത്രം, പരമാവധി ആളുകൾ അറിയാത്ത രൂപത്തിൽ മാത്രമാണ് സംവാദങ്ങൾ ഏർപ്പെടേണ്ടത്. ഇതെന്താണ്, അപ്പൊ ഇത് പരസ്യമായി ലൈവൊക്കെ ഉണ്ടാവും, റെക്കോർഡിംഗ് ഉണ്ടാവും, എന്നിട്ടത് CD-കളായി കാസറ്റുകളായി ആളുകളിലേക്ക് പ്രചരിപ്പിക്കും. ആ സംവാദം, മണ്ണാർക്കാട് സംവാദം അല്ലെങ്കിൽ ഹൊസങ്കടി സംവാദം, ആ സംവാദം, എത്രത്തെ സംവാദങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇന്നും നമുക്ക് ലഭ്യമാകുന്ന എത്ര സംവാദങ്ങളുണ്ട്. അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത. അങ്ങനെയുള്ള സംവാദങ്ങളിൽ സാധാരണക്കാർ പങ്കെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത. അങ്ങനെയുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ട ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളത് സാധാരണക്കാരന് പാടില്ലാത്ത. അതൊന്നും ആളുകൾക്ക് അറിയില്ല. സാധാരണ ഒരു ദർസ് വെച്ചാൽ വരാത്ത ആളുകൾ പോലും അവിടെ ഉണ്ടാവും, സംവാദങ്ങൾക്ക് ഉണ്ടാവും. ഇത് ഹരമാണ്, ഇതിന്ന് ആവേശത്തോടെ കാണാൻ, എന്തോ ഒരു മാച്ച് കാണുന്ന പോലെ. ഒന്നും അറിയാത്ത ജാഹിലുകൾ പോലും അതിലുണ്ടാവും. ഒന്നും അറിയാത്ത ജാഹിലുകൾ പോലും അതിലുണ്ടാവും. അവർ ഈ സംവാദം കാണുമ്പോൾ എന്തുണ്ടാവുമെന്നറിയോ, ഇപ്പുറത്ത് ബാത്തിലിന്റെ ആള് ബാത്തിലാണ് പറയുന്നതെങ്കിൽ പോലും അയാൾ ആ ബാത്തിൽ വളരെ ഭംഗിയിൽ, വളരെ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചു. ഇയാൾ ഹക്കിന്റെ ആളാണ്, പക്ഷെ അയാൾക്ക് ആ സന്ദർഭത്തിൽ പെട്ടെന്ന് അതിന് കൃത്യമായ ആളുകൾക്ക് എന്താ പറയാ, മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു മറുപടി അയാൾക്ക് പറയാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ഈ ജാഹില് ഈ ബാത്തിൽ ഹക്കാണ് തെറ്റിദ്ധരിക്കും. ഈ ബാത്തിൽ ഹക്കാണ് തെറ്റിദ്ധരിക്കും. അങ്ങനെ എത്ര നിങ്ങൾക്കറിയോ, ഇന്ന് സമസ്തക്കാരോട് മാത്രമല്ല പരസ്യമായ സംവാദങ്ങൾ നടക്കുന്നത്. ഇന്ന് പരസ്യമായ സംവാദങ്ങൾ നടക്കുന്ന നിരീശ്വരവാദികളോട് പോലും, യുക്തിവാദികളോട്, ഇതൊക്കെ പരസ്യമായി നടക്കുക. എന്നിട്ട് അവരതിനെന്ത് ന്യായീകരണം പറയുന്നത്, ഇത് കണ്ടിട്ട് എത്രയോ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ ആളുകൾ അതിന്റെ എന്താ പറയാ, അതിനെ സാധൂകരിക്കുന്നത്, ഇതിനെ ന്യായീകരിക്കുന്നത്, അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ട്, റിസൾട്ട് പറയാ ദീനിൽ ഇസ്ലാമിൽ അങ്ങനെ റിസൾട്ട് പറഞ്ഞ് ന്യായീകരിക്കാന്നുള്ളൊരു കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യുന്ന റൂട്ട്, ദഅവത്ത് ചെയ്യുന്ന മാർഗം ശരിയാവുക എന്നുള്ളതാണ് ദീനിൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാർഗം ശരിയായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എത്ര റിസൾട്ട് ഉണ്ടായി, ഇത്ര ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ദീനിൽ ഇസ്ലാം അത് എന്ത് ചെയ്യുന്നില്ല, അതിനെ സാധൂകരിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത്തരം പരസ്യമായ സംവാദങ്ങൾ ഏർപ്പെടരുത്. അതേപോലെ തന്നെ മറ്റൊരു ദീൻ ഇസ്ലാം വിലക്കിയിട്ടുള്ള അങ്ങേയറ്റം അപകടം പിടിച്ച വേറൊരു തർക്കത്തിന്റെ മേഖലയാണെന്ത്, നമ്മുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ തർക്കിക്കുക. നമ്മുടെ വിശ്വാസവുമായിട്ടോ ഇബാദത്ത് അമലുകളുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളിൽ തർക്കിക്കുക. ഇങ്ങനെ ആയാലോ, ഇങ്ങനെ സംഭവിച്ചാലോ, അപ്പൊ അതിന്റെ വിധി എന്താ എന്ന് പറഞ്ഞ് തർക്കിക്കുക. ആ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് പോലും ഒരു പരസ്യമായി സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിക്കുകയാണ്. അതിൽ കേന്നമും വിസ്തവും എന്ത് വിഷയത്തില്, യാ ഇബാദുള്ള അയ്യനോനി, ജിന്ന് വിഷയത്തിൽ.
കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സലഫി തൗഹീദുള്ള ഏത് വിഭാഗം KNM ആയിക്കോട്ടെ സിസ്റ്റം ആയിക്കോട്ടെ ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ? ജിന്നിനെ വിളിച്ച് തേടാന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ വിളിച്ച് തേടുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? ഇല്ല. പിന്നെ ഈ നടക്കുന്ന തർക്കങ്ങൾ മുഴുവൻ കുതർക്കങ്ങളാണ്. ദീൻ ഇസ്ലാം ശക്തമായി ആക്ഷേപിച്ച അങ്ങേയറ്റം വഴികേടിന്റെ വാതിലായി പഠിപ്പിച്ചെന്ന കുതർക്കങ്ങൾ മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇനി അത് തീരൂല, അവസാനിക്കൂല. ഇതെത്ര സംവാദങ്ങൾ കഴിഞ്ഞു ഇതേ വിഷയത്തിൽ. എന്നിട്ട് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിയോ? ഇല്ല അല്ലേ? നമസ്തക്കാർ നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ അവരോട് തൗഹീദ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ തൗഹീദ് തീരുമാനമാക്കണം. തീരുമാനമാക്കുന്ന പറയാം. ആളുകളുടെ മുന്നിൽ സ്വയം മലർന്നു കിടന്ന് തുപ്പാന്ന് പറയാം. സ്വയം നമ്മളെ നാറ്റിക്കണം, നമ്മുടെ വില സ്വയം നമ്മളായിട്ടില്ലാതാക്കണം. അതല്ലാതെ ഇതുകൊണ്ട് എന്ത് ഹൈറ ഉണ്ടായിട്ടുള്ളത്? ഈ സംവാദങ്ങൾ കൊണ്ട് ഷർറുകൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. എത്ര ഭാര്യയും ഭർത്താക്കന്മാർ വേറെ വേറെയായി, വാപ്പയും മക്കളും വേറെ വേറായി, കുടുംബങ്ങൾ വേറെ വേറായി. എന്ത് കാരണം കൊണ്ട്? ആരെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോട്ടെ എന്ന് പറയാം. ഒരു വിഭാഗത്തിന് ഈ വാദമുണ്ട്, ചെയ്യാമെന്നൊരു വാദം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതിന് പിന്നീട് ഒരു കാരണമുണ്ട്, ലോജിക്കുണ്ട്. ഇത് അവർക്കും വാദമില്ല, ഇവർക്കും വാദമില്ല. എന്നിട്ട് പരസ്പരം തർക്കിക്കുക. ഇങ്ങനെ സംഭവിച്ചാലോ അപ്പോൾ അതിന്റെ രീതി എന്താണ്? ഇതൊക്കെ തനിച്ച കുതർക്കത്തിന്റെ രൂപങ്ങളിൽ പെടുന്ന കാര്യം. നമുക്കൊരിക്കലും അങ്ങനെ നടത്താനും പാടില്ല, അതിൽ പങ്കെടുക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. ഇതൊക്കെ ദീനിൽ ഇസ്ലാം ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമ്മുടെ ദാവത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ദാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ദഅവത്ത് ചെയ്യാൻ പോകുമ്പോൾ ഇരിക്കലോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പോകുമ്പോൾ അവരുടെ കൂടെ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അവരിൽ ഒരാളായിട്ട് നമ്മൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. പക്ഷെ ജനങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവരുടെ ആളാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് അത് ശരിയല്ല. അത് അതിൽ പെട്ടുപോയി കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾ അത് അവരായ റബ്ബായി, അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ഒരു വിഭാഗത്തിന്റെ കൂടെ, കൂട്ടത്തിന്റെ കൂടെ അവരിൽ ഒരാളായി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സഹകരിക്കാൻ പാടില്ല. നമ്മൾക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്, നമ്മൾക്ക് നമ്മുടേതായി ഉയർത്തിപ്പിടിക്കാൻ ഒരു ആദർശമുണ്ട്. ഈ ആദർശത്തിന് കലർപ്പ് സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സഹകരിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാം എന്ത്? അവിടെ ചെന്നിട്ട് ശരിയായ സലഫീത്ത് പറഞ്ഞു കൊടുക്കാം, ശരിയായ ആദർശം പറഞ്ഞു കൊടുക്കാം, ഹക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ആ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താം. ഒരാൾ എന്ത് ചെയ്യണം? നമ്മളൊരു KNMന്റെ പള്ളിയിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ടൊരു ദിവസം ഖുത്ബ പറയണം എന്ന് പറയും. അയാൾ വിളിക്കുമ്പോൾ തന്നെ പറയാണ് ഇത് KNM പള്ളിയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കരുത്. അങ്ങനെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ആ പള്ളിയിലേക്ക് പോകാൻ പാടില്ല, അവിടെ സംസാരിക്കാൻ പാടില്ല. അതേസമയം അവർ നമ്മൾ വിളിക്കുകയാണ്, നിങ്ങളുടെ ആദർശമൊക്കെ നമുക്കറിയാം, നിങ്ങളുടെ അഖീദയും നിങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ ആദർശം ഇവിടെ വന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അത് നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾ ഒരു തടസ്സവും നിൽക്കൂല എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നെങ്കിൽ നമുക്ക് ഏത് പള്ളിയിലും പോവാം, ഏത് സ്ഥലത്തും നമുക്ക് കയറാം, ഏത് സ്റ്റേജിൽ നമുക്ക് സംസാരിക്കാം. എന്നുവെച്ചാൽ നമ്മൾ അവിടെ പോകുന്നത് കൊണ്ട് നമുക്ക് ഒരു ഹക്ക് പറയാൻ തടസ്സം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവരിൽ ഒരാളാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും എന്താ പറയാ, അവരുടെ ആ ഒരു വിദഗ്ധത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, എന്താ പറയാ, ആചാരങ്ങൾ, എന്തെങ്കിലും എന്താ പറയാ, അങ്ങനത്തെ ഒക്കേഷൻസ്, ഉദാഹരണം ഒരു സംഘടന ഉണ്ടാക്കിയ ദിവസം സ്ഥാപക ദിനമാണ്, അല്ലെങ്കിൽ അതിന്റെ നേതാവിന്റെ ചരമദിനമാണ്. ഈ അടുത്ത് ശാന്തപുരത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ സ്ഥാപനത്തില് ഖർദാവിയുടെ അനുസ്മരണ ദിനം നടന്നു. ഖർദാവിയുടെ അനുസ്മരണ ദിനം. ഖർദാവി പറഞ്ഞാൽ ഇഖ്വാൻ മുസ്ലിമിന്റെ ലോകാടിസ്ഥാനത്തിലുള്ള നേതാവാണ്. അപ്പൊ അങ്ങനെ ഒരു നേതാവിന്റെ അനുസ്മരണം നടക്കുമ്പോൾ നമ്മളോട് ഹക്ക് പറയാൻ പോകാൻ പറ്റുമോ?
പറ്റില്ല. മനസ്സിലാകുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അതല്ലാതെ പൊതുവിലുള്ളൊരു വേദിയാണ്. നമ്മൾ അവിടെ പങ്കെടുത്താൽ നമ്മൾ അവരിൽപ്പെട്ടവരാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കവിടെ ഹക്ക് പറയാൻ ഒരു തടസ്സമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോകാം. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാവരുടെയും നമ്മൾ ഹക്കല്ലേ പറയുന്നത്. ചില ആൾക്കാരങ്ങനെ, ഞാൻ അവിടെ പോയിട്ട് ഹക്ക് പറയാനാണ് പോകുന്നതെന്ന് പറയും പേരിൽ, പക്ഷെ അയാൾക്ക് അവിടെ പോയിട്ട് ഹക്ക് പറയാൻ കഴിയൂല. അയാൾക്ക് അവിടെ പോയിട്ട് ഹക്ക് പറയാൻ സാധിക്കൂല. അന്ന് മാത്രമല്ല, ആളുകൾ ഇയാളെ കണ്ടിട്ട് എന്ത് ചെയ്യും, ഇവർ നല്ല ആൾക്കാരൻ തെറ്റിദ്ധരിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് ശരിയല്ല. അതേപോലെ തന്നെ നമ്മൾ ദഅവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരാളെ നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതി തള്ളരുത്. ഒരാളെ നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതി തള്ളരുത്. നമ്മൾ ആരും റബ്ബിന്റെ പണി ഏറ്റെടുക്കണ്ട. റബ്ബിന്റെ പണി നമ്മളായിട്ട് ആരും ആരുടെ വിഷയത്തെ ഏറ്റെടുക്കണ്ട. നമ്മൾ ഒരാളെ മനസ്സിൽ കരുതരുത്, അവൻ ഒരിക്കലും നരകത്ത് രക്ഷപ്പെടൂല. അവനൊക്കെ എന്താ പറയുക, എത്രയോ കാലം ഞാൻ പറഞ്ഞു കൊടുത്ത 10-20 കൊല്ലം ഞാൻ അവനോട് പറയും, ഇനി അവനൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. നമ്മൾ ഒരാളെ പറ്റി അങ്ങനെ ചിന്തിക്കരുത്. ഒരാളെ പറ്റി അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്കറിയില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെതിരിൽ ആയുധങ്ങൾ പ്രയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊഴുകുകയാണ്. അത്രയധികം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി കൂടിയുള്ള സ്വഹാബത്തിൽ എത്രയോ പേരെ കൊല്ലപ്പെടുത്തിയ ആ ശത്രുക്കൾക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു നീ അവരെ നിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുക. എന്താ പറഞ്ഞത്, ലൈസ ലക മിനൽ അംരി ശൈഅ, നിനക്ക് ഈ കാര്യത്തിൽ നിനക്കൊന്നുമില്ല, ഈ വിഷയത്തിൽ നിനക്കൊരു പങ്കുമില്ല. ഇത് റബ്ബിന്റെ കൈകളിലാണ്. റബ്ബ് ഉദ്ദേശിക്കെങ്കിൽ ഹിദായത്ത് കൊടുക്കും, റബ്ബ് ഉദ്ദേശിക്കെങ്കിൽ എന്ത് ശിക്ഷിക്കും. നിനക്കൊരാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ നശിപ്പിക്കണമേ, അല്ലെങ്കിൽ ഹിദായത്ത് തടയണമേ, അല്ലെങ്കിൽ അങ്ങനെ ആക്കണമേ. ഇതൊന്നും നിന്റെ കൈകളിലുള്ള കാര്യമല്ല. അല്ലാഹു പറയാം, നമ്മൾ ഒരാളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, നമ്മളൊരു മുൻധാരണ ഉണ്ടാകേണ്ടതില്ല, മുൻവിധി നമ്മൾ എടുക്കേണ്ടതില്ല. ഏത് ആൾക്കും മാറ്റം വന്നേക്കാം, എങ്ങനെയുള്ള ആൾക്കും മാറ്റം വന്നേക്കാം. ഇസ്ലാമിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ആര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങൾക്ക് അവർ ഇസ്ലാം പരസ്യമായി പറയുന്നതിന് ഏറ്റവും വലിയ പേടി സ്വപ്നമായി നിന്നിരുന്ന ആളുകൾ രണ്ടാളായിരുന്നു. ഒന്ന് അബൂജഹലും ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഇസ്ലാം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്യമായി സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയ രണ്ടാൾക്കാരുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ പിന്നെയുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് അന്നത്തെ കാലത്ത് മക്കയിൽ ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട് ഉണ്ടായിരുന്നത് ഈ രണ്ടാളുകൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ ഈ രണ്ടു പേരിൽ ഏതെങ്കിലും ഒരാളെ നീ മുസ്ലിമാക്കിക്കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിലേക്ക് കടന്നത്. നമ്മൾ ഒരാളുടെയും വിഷയത്തിൽ നിരാശനാകേണ്ടവരാണ്. ഒരാളുടെ വിഷയത്തിൽ നിരാശരാകണ്ട. ഒരാളെ നമ്മൾ എഴുതി തള്ളണ്ട. ഒരാൾ ഒരിക്കലും നന്നാവില്ല നമ്മൾ വിചാരിക്കണ്ട. എപ്പോഴും ചാൻസ് ഉണ്ട്. റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നത് വരേക്കും ചാൻസ് ഉണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലം മുഴുവൻ തൗഹീദ് പറഞ്ഞു കൊടുത്ത് ദഅവത്തിന്റെ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച സ്വന്തം ഉപ്പാന്റെ സ്ഥാനത്തുള്ള അബൂ താലിബിന്റെ അടുക്കലേക്ക് മരിക്കാനായി എന്നറിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി പോയി ട്രൈ ചെയ്ത് നോക്കും. വീണ്ടും പോവാണ്. അത്രയും എത്രയോ വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അയാൾ അങ്ങനെ തന്നെ മരിച്ചു പോട്ടെ, അയാൾ കാഫറായും നരകത്ത് പോട്ടെ എന്ന് വിചാരിക്കല്ല. പിന്നെയും ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. നമ്മുടെ പരിശ്രമം നമ്മൾ അവസാനിപ്പിക്കണം. എപ്പോഴാണ് റബ്ബ് ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് പറയാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കണ്ട നമ്മൾ വലിയ വലിയ വിഷയങ്ങൾ കണ്ടിട്ടാണ് ആളുകൾ മാറ്റം വരാമെന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ നിസ്സാരമായ ചില കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക ആളുകൾക്ക് മാറ്റം ഉണ്ടാവും. ഒരു നന്മയും നമ്മൾ എന്ത് ചെയ്യും നിസ്സാരമായി കണക്കാക്കണ്ട. പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു. ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ത് കണ്ടിട്ടാണെന്നറിയോ? നിസ്കാരത്തിന് സ്വഫ് നിൽക്കുന്നത് കണ്ടിട്ടാണ്. നിസ്കാരത്തിന് സ്വഫ് നിൽക്കുന്നത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. കാരണം മറ്റ് മതങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ പുകഴ്ത്തി എങ്ങനെയൊക്കെ അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞാലും
കോട്ടിമാട്ടി പറഞ്ഞാലും അവർക്കിടയിൽ ആ ഉച്ചനീചത്വമുണ്ട്. ഏത് മതത്തിലുണ്ട്. പണക്കാരനും പണിക്കാരനും കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള ആ വ്യത്യാസവും അന്തരങ്ങൾ അവർക്കിടയിലുണ്ട്. ഏത് മതത്തിലുണ്ട്. പക്ഷെ ഇസ്ലാം ദീനിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പണിക്കാരനിപ്പുറത്തുണ്ടാവും, പണക്കാരനിപ്പുറത്തുണ്ടാവും, കറുത്തവനിപ്പുറത്തുണ്ടാവും, വെളുത്തവനുണ്ടാവും. എല്ലാവരും ഒറ്റൊരു സ്വത്തിലാണ്. ഒറ്റൊരു സ്വത്തിൽ ഒരുമിച്ച് പണിയണിയായി നിൽക്കാം. ആർക്കിടയിൽ ഒരു വേർതിരിവുമില്ല. ആർക്കിടയിൽ ഒരു വേർതിരിവില്ല. സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ സുജൂദിന്റെ രൂപം കണ്ടിട്ട് നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം? ഏതൊരു കാര്യവും ദീനിന്റെ വിഷയങ്ങൾ ഒന്നിന് നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നന്മയെ നമ്മൾ നിസ്സാരാക്കണം. അല്ലെ? നമ്മൾ പല ആൾക്കാരും സുന്നത്തല്ലേ പല കാര്യങ്ങൾ ഒഴിവാക്കങ്ങനെ. അത് സുന്നത്തല്ല. സഹാബത്ത് പല കാര്യങ്ങളും ചെയ്തിരുന്നത് എങ്ങനെ പറഞ്ഞാൽ അത് സുന്നത്താണ്. സുന്നത്താണെന്ന് അറിഞ്ഞാൽ ചെയ്യുന്ന സഹാബത്തും സുന്നത്താണെന്ന് അറിഞ്ഞാൽ ഒഴിവാക്കുന്ന നമ്മളെങ്ങനെ ഒരുപോലെ ആവാം? അതെങ്ങനെ ശരിയാവാം? നമ്മൾ അവരെ പോലാകണം. സലഫുകള് എന്ന് പറയുമ്പോൾ ആദ്യം പെടുന്നത് അവരാണ്. അവരെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ സലഫികളാവുന്നത്. അവരെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ സലഫികളാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുന്നത്തുകളും പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. അതിൽ ഓരോന്നിലും ഉറപ്പ് ഓരോ ഹിക്മത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഹിക്മത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലേത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഒരുപാട് ഹൈറുകളുണ്ട്. അത് നമുക്ക് പലർക്കും അറിയാത്ത പല മേഖലകളിൽ ഒരുപാട് ഹൈറുകളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് മാത്രം ചെയ്യാനുള്ള കാര്യമല്ല. ദീനിൽ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക എന്നുള്ളത് ദീനിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്വതക്കയാണ്. സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സ്വതക്ക എന്താ? ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളത് ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന് അങ്ങേയറ്റം ഈമാന്റെ വലിയൊരു ശാഖയായിട്ട് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ചെടി നടുക എന്നുള്ളത്, മരം നടുക, കൃഷി ചെയ്യുക. നമ്മളൊരു ചെടി നട്ട് അതിൽ തണലൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്വതക്കയാണ്. നമ്മളൊരു ചെടി നട്ട് അതിന്റെ ഫലം ഒരാൾ ഭക്ഷിച്ചാൽ അത് നമുക്ക് സ്വതക്കയാണ്. നമ്മളൊരു കിണർ കുടിച്ച് ആ കിണറിൽ നിന്ന് ഒരാൾ വെള്ളം കുടിച്ചാൽ അത് നമുക്ക് സ്വതക്കയാണ്. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ വഴിയിൽ കൊണ്ടേ, നമ്മൾ വീട്ടിലത്തെ വേസ്റ്റ് വഴിയിൽ കൊണ്ട് എണ്ണച്ചു കൊണ്ട് പോകുമ്പോൾ ആരും കാണാത്ത സ്ഥലത്തെത്തുമ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മുടെ വേസ്റ്റ് ഒന്ന് തട്ടുക. നബിസല്ലല്ലാഹു പഠിപ്പിച്ചത് അത് ശാപം കിട്ടുന്ന കാര്യമാണ് പഠിപ്പിച്ചത്. ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളത്, അത് മൂത്രം ഒഴിച്ചിട്ടാണെങ്കിലും വേസ്റ്റ് ഇട്ടിട്ടാണെങ്കിലും, ചില ആൾക്കാർ വഴി മുടക്കും. നബിദിനത്തിന് മുടക്കുന്ന ആളുകളുണ്ട്, നേർച്ചയ്ക്ക് മുടക്കുന്ന ആളുകളുണ്ട്. പല കാര്യത്തിനും വഴി മുടക്കാനുള്ള കാര്യം ദീൻ ഇസ്ലാമിലുള്ള കാര്യമില്ല. ഒരു നിലയ്ക്കും ദീൻ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല വഴി മുടക്കാനുള്ളത്. എത്രയോ ആ അത്യാവശ്യങ്ങളിൽ പോകുന്ന ആളുകളുണ്ടാവും. അവരിങ്ങനെ ഇവരെയും കാത്ത് മണിക്കൂർ അങ്ങനെ നിൽക്കുക. രോഗികളുണ്ടാവും, ആംബുലൻസുകളുണ്ടാവും, പ്രായമുള്ള ആൾക്കാരുണ്ടാവും. ഈ റോഡിലെ ചൂടും വെയിലത്തും വേർത്തുരുകി ഒലിച്ചു നിൽക്കുന്ന ചെറിയ കുട്ടികളുണ്ടാവും. ഇവരൊക്കെ പ്രയാസപ്പെടുത്തിയിട്ട് ഇവരിങ്ങനെ മുന്നിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ നടക്കാം, ദീനിന്റെ പേരും പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദീനുൽ ഇസ്ലാം പ്രകടമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദഅവത്ത്. ഏറ്റവും വലിയ ദഅവത്ത്. അത് എത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിനെ വില കുറച്ച് കണ്ടുകൂടാം. വില കുറച്ച് കണ്ടുകൂടാം. പിന്നെ അവസാനം നമ്മൾ ശ്രദ്ധിക്കുക, നല്ലോണം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക.
നമുക്ക് എപ്പോഴും അവരോട് നസീഹത്ത് ഉണ്ടാകണം, അവരോട് നസീഹത്ത് ഉണ്ടാകണം. സല്ലല്ലാഹു പഠിപ്പിച്ചെന്നില്ലേ, നിങ്ങളും ഞാനും തമ്മിലുള്ള ഉദാഹരണം ഏതുപോലെയാണ്. ഒരു വിളക്ക് കത്തിച്ചു, ആ വിളക്കിലേക്ക് കുറെ ഈയാമ്പാറ്റകൾ വേഗത്തിൽ ആ വിളക്കിലേക്ക് തീ കത്തിക്കൊണ്ടിരിക്കുക, വെളിച്ചം കണ്ടിട്ട് ഈയാമ്പാറ്റകൾ അതിലേക്ക് കുതിച്ചു പോവാണ്. അപ്പൊ ആ ഈയാമ്പാറ്റകളെ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങളെ ഞാൻ നിങ്ങളുടെ വസ്ത്രത്തിൽ പുറകിൽ പിടിച്ചു നിർത്തിയിരിക്കുക. ഇതുപോലെ അവരാ ദുനിയാവിന്റെ പളവളപ്പ് കണ്ടിട്ട് നരകത്തിലേക്ക് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ശകാരിക്കും, ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ നമ്മളെ ദ്രോഹിക്കും. പക്ഷെ നമുക്ക് അവരോടുള്ള റഹ്മത്ത് കാരണത്താൽ നമ്മൾ അവരെന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. നമ്മൾ അവരെ പിടിച്ചു നിർത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവരെ നമ്മൾ ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും ഉപദ്രവിച്ചാലും നമ്മൾ ആ ഹക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്കറിയില്ലല്ലോ നമ്മൾ അവരുടെ ഹൈറിന് വേണ്ടിയിട്ടാണ് അവരോട് പറയുന്നത്. അവർക്കറിയില്ല, അവര് നമ്മളെന്തോ ശത്രുവായിട്ടാണ് കാണുന്നത്. നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, ഈ നസീഹത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യും, നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ഈ ദഅവത്ത് പൂർത്തീകരിക്കുവാൻ, അതിന് ആഖിറത്തില്ലേ നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലായി കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന എല്ലാ നന്മകൾക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. അവൻ ചെയ്യുന്ന എല്ലാ നന്മകൾക്കുള്ള പ്രതിഫലവും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, നീ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടുന്നതാണ് നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, ഉത്തമമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മളുടെ സംസാരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പരിശ്രമങ്ങളിലൂടെയൊക്കെ ഈ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിലേക്ക് പരമാവധി ഹിദായത്തിന് വെളിച്ചമെത്തിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇനി നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ഇതിന് നേർക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും, നേർക്ക് നേരെ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പൊ ശാരീരികമായിട്ട് എന്താ പറയാ പല പ്രയാസങ്ങളും ഉള്ള, ഇപ്പൊ ഞാനൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഇവിടെ നടന്ന പല പ്രവർത്തനങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. അതുപോലെ പല പ്രയാസങ്ങളും കൊണ്ട് ഇതുപോലത്തെ പല വിഷയങ്ങൾ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത പല ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് എങ്ങനെയാണോ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്, അതിന്റെ ഭാഗമാക്കാകാൻ സാധിക്കുന്ന ആ രൂപത്തിലൊക്കെ പങ്കെടുക്കാം. നമുക്ക് നാട്ടിലില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ നാട്ടിൽ നടക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ സാമ്പത്തികമായി സഹായിക്കാം. നമ്മൾ നേരിട്ട് അതിൽ പങ്കെടുത്താലേ അതിന് പ്രതിഫലം കിട്ടുള്ളൂ നമ്മൾ വിചാരിക്കണം. നേരിട്ട് അതിൽ പങ്കെടുത്താലേ അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമുക്ക് സാധ്യമാകുന്ന രൂപം എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അതിൽ ഭാഗവാക്കാവുകയാണ്, അതിൽ പ്രതിഫലം നമുക്ക് കിട്ടും. അതിന് വിശ്വാസം പഠിപ്പിച്ചെന്നില്ലേ, ഒരു യുദ്ധം നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളോട് ജിഹാദ് നടത്തുമ്പോൾ അതിൽ ഒരു അമ്പ് ഒരു ശത്രുവിന് നേർക്ക് തറക്കുന്നുണ്ടെങ്കിൽ ആ അമ്പ് എയ്തവന് മാത്രമല്ല പ്രതിഫലം കിട്ടുക, ആ അമ്പ് എയ്തവന് മാത്രമല്ല ഈ പ്രതിഫലം കിട്ടുക. ഈ നല്ല നിയത്തോടുകൂടി ഈ അമ്പ് തയ്യാറാക്കിയവന് ഈ പ്രതിഫലം കിട്ടും. ഈ അമ്പ് വാങ്ങിക്കാൻ ഈ വ്യക്തിക്ക് സമ്പത്ത് നൽകി സഹായിച്ചവന് അതിന് പ്രതിഫലം കിട്ടും. അവർക്കൊക്കെ അതിന് പ്രതിഫലം. ഇതേപോലെ തന്നെ നേർക്ക് നേരെ അതിൽ ഇൻവോൾവ് ആകുന്ന ആളുകൾക്ക് മാത്രമല്ല അതിൽ പ്രതിഫലം കിട്ടുക, അതിന്റെ പുറകിൽ പരിശ്രമിച്ച ആളുകൾക്കൊക്കെ അതിന് പ്രതിഫലം കിട്ടും. അപ്പൊ അവരെയൊക്കെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനൊരു സംവിധാനം നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ പുറകിൽ പരിശ്രമിക്കുന്ന, നമ്മുടെ അറിവെത്തിപ്പെട്ടിട്ടില്ലാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ധാരാളം ആളുകൾ ഇതിന്റെ പുറകിൽ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അത് സമ്പത്ത് കൊണ്ട് പരിശ്രമിക്കുന്ന ആളുകൾ, പ്രാർത്ഥന കൊണ്ട് നമ്മൾ സഹായിക്കുന്ന ധാരാളം ആളുകൾ ഇതിന്റെ പുറകിലുണ്ട്. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുകയും ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ഈ ഒരു പ്രവർത്തനം അത് പൂർത്തീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് പരിശ്രമം കൊണ്ട് ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയും അവരുടെ
ഇബാദത്തുകൾ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ഹിദായത്ത് അത് റബ്ബ് സുബ്ഹാനഹു നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.